ముందు బంగారు మెట్లెక్కి అలా వెళ్ళానండి. తిరిగి వస్తే మళ్ళీ ఇటు వచ్చాను. ఒక ఆఫీసర్ వచ్చి దర్శనం అవ్వలేదని అంటే జిప్పిప్పు చూపెట్టినాడండి. നമസ്കാരം. കേരളം ഒന്നാകെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട രീതിയിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ഗോദാവരി ന്യൂസ് എന്ന തെലുങ്ക് ചാനലിലൂടെയാണ് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ കുറെ ഭക്തർ, അതായത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന തെലുങ്ക് സ്വാമിമാർ, അവർ നേരിട്ട ഒരു ദുരനുഭവം എന്നല്ല, നാണം കെട്ട ഒരു ഇടപാട് ആ സ്വാമി തന്നെ അയാളുടെ നാവുകൊണ്ട് പറയുകയാണ്. నాగబాబు అండి, ఆంధ్రప్రదేశ్ పశ్చిమ గోదావరి జిల్లా. ఒక ఆఫీసర్ వచ్చి దర్శనం అవ్వలేదని అంటే జిప్పిప్పు చూపెట్టినాడండి. അതായത് ഇയാൾ പറയുന്നത് ദർശനം കിട്ടിയില്ല എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പരാതി പറഞ്ഞപ്പോൾ അയാൾ പാൻറ്റിന്റെ സിപ്പ് ഊരി കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മോശമായിട്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരോട് ഇവർ പെരുമാറുന്നതെന്നും കേരളത്തിലെ പോലീസുകാരെ കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചതെന്നും കേരള ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെന്നുമൊക്കെയാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. అసభ్యంగా ప్రవర్తించారు ఇక్కడ కేరళ గవర్నమెంట్ అయినా ఒక పోలీస్ అయినా. വലിയ തോതിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലൊക്കെ പ്രചാരം നേടുകയാണ് ഈ വീഡിയോ. വലിയ ഒരു നാണക്കേടാണ് ഇത് കേട്ടിട്ട് തോന്നിയത്. ഇത് സത്യമായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ അയാൾ നേരിട്ട് വന്ന് നിന്ന് അതൊരു സ്വാമിയാണ്, അവർ കള്ളം പറയില്ല, കള്ളം പറയാൻ സാധ്യതയുമില്ല, എന്നാൽ ഇതൊട്ട് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുമില്ല. നല്ല കുറേ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പോലീസ് മന്ത്രി പറയുന്നത് പോലെ ആ പുഴുക്കുത്തുകളിൽ ഏതെങ്കിലുമാണ് ഇങ്ങനെ ഒരു തോന്നിയാസം കാണിച്ചതെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അയാൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അതായത് ഇയാൾ പറയുന്ന പ്രകാരം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലോ അല്ലെങ്കിൽ അവർ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരിക്കും ഇത്രയും തിരക്കിനിടയിലൊക്കെ. അതൊന്നും ഈ ഭക്തരെ ബാധിക്കുന്ന കാര്യമല്ല, അതൊക്കെ അവരുടെ കാര്യം. അവരാണ് അത് കൃത്യമായിട്ട് ക്രമീകരിക്കാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ മന്ത്രിയാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ കാണിച്ചതിന് പുറമെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ പ്രൊട്ടക്ട് ചെയ്ത് അവിടുന്ന് മാറ്റിക്കളഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ മലയാളികൾ ഒരു ടൂറ് പോകുന്നത് പോലെ, അല്ലെങ്കിൽ മലയാളികളിൽ ഭൂരിപക്ഷം ആളുകളും കൃത്യമായിട്ട് വ്രതമൊക്കെ എടുത്ത് അതിൻ്റെ രീതിയിൽ പോകുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ നമ്മളെ അപേക്ഷിച്ച് വളരെ അധികം ഭക്തി അതിൻ്റെ ആ നിറവിലെത്തി അവർ കൃത്യമായിട്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് ചെരുപ്പ് പോലും ഇടാതെ ഈ 41 ദിവസത്തിനിടയ്ക്ക് എത്ര ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താൻ പറ്റുമോ അത്രയും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവരാരും ഈ 41 ദിവസം വീടുകളിൽ നിന്ന് ആഹാരമേ കഴിക്കില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് അവരൊന്നിച്ചു കൂടുകയും അവർ തന്നെ അവരുടെ സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം അത് കഴിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള നിഷ്ഠ, അതാണ് അവർ ഈ 41 ദിവസം പാലിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞാണ് ഒരു നോക്ക് അയ്യപ്പനെ കാണാൻ വേണ്ടി അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെക്കാൾ കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവരൊരു നുണയും പറയില്ല. പ്രത്യേകിച്ച് മാലയിട്ടിരിക്കുന്ന ആള് അങ്ങനെ അയാൾക്ക് പറയേണ്ട കാര്യവുമില്ല, അല്ലെ? ഒരു കണക്കിന് ഇത്ര നാണം കെട്ടിയ ഒരു ഇടപാടാണ്. స్పెషల్ దర్శనం మీకు ఇప్పిస్తాం. దర్శనం కోసం మనం వచ్చాయంటే మన తెలుగు ఆత్మగౌరవాన్ని పెంచాలి మనం. എൻ്റെ മൂത്ത സഹോദരി ആന്ധ്രാപ്രദേശിൽ വർഷങ്ങളായിട്ട് സ്ഥിരതാമസമാണ്. അപ്പോൾ ചേച്ചിയുടെ ഭർത്താവൊക്കെ എല്ലാ വർഷവും മാലയിട്ട് ഈ 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് വന്ന് ദർശനം നടത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹവും പറയാറുണ്ട് അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ മോശമാണ്. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ അന്യ സംസ്ഥാനക്കാരെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമാണ്. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭം, അവരെല്ലാവരും ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക ലാഭം ആ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് ഇവിടുത്തെ സർക്കാരിനും നാടിനുമൊക്കെ ഉണ്ടാകുന്നത്. അത് മാത്രവുമല്ല, കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കുറേ സൗകര്യങ്ങളില്ലേ, അവർക്ക് കൊടുക്കുന്ന പരിഗണനയില്ലേ, അത് നമ്മുടെ സംസ്കാരമല്ലേ? അത് വളരെ മോശം പ്രവൃത്തിയായിപ്പോൾ. ഇത് കണ്ടുപിടിക്കാൻ യാതൊരു നിർവാഹവുമില്ല, ഇവരുടെ കയ്യിൽ തെളിവൊന്നുമില്ല. അതുകൊണ്ട് പോലീസുകാർ ഇത് സമ്മതിച്ചു കൊടുക്കാനും പോകുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ. ഇത് മലയാളം മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഞാൻ പരമാവധി വീഡിയോ കാണിക്കാം. ഇത് ഫേസ്ബുക്കിലൊക്കെയാണ് വലിയ രീതിയിൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാകും നമ്മുടെ മലയാളികളെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ചുമൊക്കെ ഇവരുടെയൊക്കെ ധാരണ. ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ സാമ്പത്തികം മതി അവർക്ക്, നമ്മളെ ഒരു പരിഗണനയും ഇല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ നായ്ക്കളെ പോലെയാണ് കേരളത്തിലുള്ളവർ കാണുന്നത്, കേരളത്തിലുള്ളവർക്ക് അഹങ്കാരമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരമില്ലേ? എന്തിനാണ് ഇത്തരം മോശം പ്രവർത്തികളിലൂടെ, അതും ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത ഒരിടത്ത് വെച്ച് ഒരിക്കലും കാണിച്ചുകൂടാത്ത ഒരു തോന്നിയാസമല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്
ഒരു കാരണവശാലും ഇത്തരം പ്രവർത്തികളെ പ്രോത്സാഹിപ്പിച്ചുകൂടാ, സമ്മതിച്ചുകൂടാ. കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയോട് നിങ്ങൾ നീതി കാണിച്ച് ആ സംഭവം പുറത്തു കൊണ്ടുവരണം. അത് ആരാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്നും പൊതുജനത്തിന് മുന്നിൽ എത്തിക്കണം. അയാൾ അർഹിക്കുന്ന ശിക്ഷയും കൊടുക്കണം. പിന്നെ പരമാവധി ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ഡ്യൂട്ടിക്ക് പോലീസുകാരെയൊക്കെ നിയമിക്കുമ്പോൾ പരമാവധി വിശ്വാസികളെ നിർത്താൻ നോക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്ഷമയും സഹിഷ്ണുതയും ഒക്കെയുള്ള ആളുകളെ വേണം ഇവിടെയൊക്കെ നിയമിക്കാൻ. അറിയാം, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ഒരു പരിധിക്കപ്പുറം തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മാനസിക നില തന്നെ ബുദ്ധിമുട്ടിലാകും, ഒക്കെ അറിയാം. പക്ഷെ ആ സമയത്ത് ഉചിതമായിട്ട് സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളെ വേണം അവിടെ നിയമിക്കാൻ. അല്ലാതെ നമ്മളൊരു കല്യാണ സ്ഥലമോ അല്ലെങ്കിൽ അതൊരു വണ്ടർലോ ഒന്നും അല്ല. ആരും അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരല്ല. അവിടെ വന്ന് ആർമാദിക്കാനല്ല ഇത്രയും തിരക്ക്, അല്ലെങ്കിൽ ഇത്രയും 8-9 മണിക്കൂറുകൾ ഇവർ ക്യൂ നിൽക്കുന്നതും ഇടികൊള്ളുന്നതും. അതൊന്ന് ചിന്തിച്ച് നോക്കൂ. എന്തിനാണ് അവർ വരുന്നത്? അവരുടെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പേരിലാണ് അവർ വരുന്നത്. ഇത്തരം മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കേരളത്തെക്കുറിച്ച് ഇവർ പുറത്തു പറയുന്നത്? ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അപമര്യാദകളുടെ പേരിൽ നമ്മുടെ നാടിന് പുറത്ത് കിട്ടുന്ന ചിത്രം എന്താണ്? ഇതൊക്കെ ചിന്തിക്കണ്ടേ? വളരെ മോശമായിട്ട് തോന്നി, വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു പരിപാടിയായിപ്പോയി. എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് നേരിട്ടതിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും കേരളത്തിൻ്റെയും മുഴുവൻ പേരിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ സ്വാമിയോട് മാപ്പ് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ അപമാനം നേരിട്ടെങ്കിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്തതായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം ഒരയ്യപ്പന്മാർക്കും അവിടെ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ പേര് കാത്തു സൂക്ഷിക്കാൻ കൂടി ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മുടെ പോലീസുകാർക്കും ഇനിയെങ്കിലും ബോധ്യമാകട്ടെ.